Hello, welcome back. Now we shall discuss a proof of theorem 1 of my PDF notes which I have sent you earlier. And the proof is for theorem 1. First we see what is theorem 1. In proportion estimation, we have already defined as the sample proportion P equal to A by N, small a by N, which is the sample proportion, that is out of small n units selected from the population using simple random sampling without replacement. We suppose that small a is the number of units possessing the attribute or number of units belonging to the class 1. So small a by small n, that is equal to the sample mean, the sample proportion. And the population proportion is the ratio of total number of units in the class 1 of the population to the total number of units in the population, that is capital P equal to A by N. Okay, this is sample, small p is the sample proportion and capital P is the population proportion. And we have to show that small p is an unbiased estimator of capital P. That is, we have to establish that expectation of small p that is equal to capital P. And further, we shall show that the sampling variance of that sample proportion, that is variance of P, equal to n minus n by n minus 1 into PQ by n, where P is the population proportion and Q is 1 minus P. Okay, now to prove this, we shall adopt a dummy characteristic which is defined by small y associated with each unit of the population. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വൈ ക്യാരക്ടറിസ്റ്റിക് ഇല്ല. നമ്മൾ പ്രപ്പോർഷനാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പ്രപ്പോർഷൻ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നുകിൽ അത് ക്ലാസ് 1-ലായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് 2-ലായിരിക്കും. എപ്പോഴാണ് ക്ലാസ് 1-ലാവുന്നത്? ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ യൂണിറ്റ് പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലാസ് 1-ലായിരിക്കും. ഇനി പൊസസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ക്ലാസ് 2-ലായിരിക്കും. അപ്പോൾ അങ്ങനെ മാത്രമാണ് നമ്മൾ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്, ക്ലാസ് 1-ൽ അല്ലെങ്കിൽ ക്ലാസ് 2. അപ്പോൾ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മെഷർമെൻറ്റ് വേരിയബിൾ വൈ, ഒരു വൈ ക്യാരക്ടറിസ്റ്റിക് ഇല്ല, നിലവിലില്ല. പക്ഷേ വൈ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രൊപ്പോർഷനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡമ്മി വേരിയബിൾ വൈ, ഒരു ഡമ്മി ക്യാരക്ടറിസ്റ്റിക് വൈ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് വി അസോസിയേറ്റ് ദിസ് വൈ വിത്ത് ഈച്ച് യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ആസ് ഫോളോസ്. വി ഡിഫൈൻ ക്യാപിറ്റൽ വൈ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 or 0. അപ്പം നമ്മുടെ വൈ വേരിയബിൾ, നമ്മളെ ക്യാരക്ടറിസ്റ്റിക് വേരിയബിൾ അസ്യൂം ചെയ്യുന്നത് രണ്ട് വാല്യൂസാണ്. അത് 1 or 0 ആണ്. എപ്പോഴാണത് 1? ഇഫ് ദി പോപ്പുലേഷൻ യൂണിറ്റ് യു ഐ ഈസ് ഇൻ ദി ക്ലാസ് 1 ഈക്വൽ ടു 0 അതർവൈസ്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പിൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വൈ വാല്യൂസ് എന്ന് പറയുന്നത് 1 or 0 ആയിരിക്കും. കാരണം നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സാമ്പിൾ യൂണിറ്റ്സും ഒന്നുകിൽ ക്ലാസ്സിൽ 1-ലായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് 2-ലായിരിക്കും. അപ്പോൾ സാമ്പിൾ യൂണിറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സ്മോൾ വൈ ഐ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 or 0 ഇഫ് ദി സാമ്പിൾ യൂണിറ്റ് യു ഐ, unit in the sample unit I here means unit in the sample belonging to class 1, then we take the value y equal to 1 equal to 0 otherwise. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പോപ്പുലേഷൻ വാല്യൂസ് ക്യാപിറ്റൽ വൈ ഐസും സാമ്പിൾ വാല്യൂസ് സ്മോൾ വൈ ഐസുമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ റിസൾട്ട് ഉപയോഗിക്കാം. കാരണം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ വൈ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ആ വൈ ക്യാരക്ടറിസ്റ്റിക്കിന് പകരം ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ വൈ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില മാനിപ്പുലേഷൻസ് നടത്തേണ്ടതുണ്ട്. ഒന്ന്, യു നോട്ട് ദാറ്റ് സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to n വൈ ഐ, അതായത്
പോപ്പുലേഷൻ്റെ എല്ലാ YIസും ആഡ് ചെയ്യാം. YIs എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഈ സമ്മേഷൻ I = 1 to n YI എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറേ വൺസിൻ്റെയും കുറേ സീറോസിൻ്റെയും സമ്മായിരിക്കും. എത്ര വൺസ് ഉണ്ട്? ക്ലാസ് 1-ൽ എത്ര യൂണിറ്റ്സ് ഉണ്ടോ അത്രയും വൺസ് ഉണ്ടാവും. അതുപോലെ ക്ലാസ് 2-ൽ എത്ര യൂണിറ്റ്സ് ഉണ്ടോ അത്രയും സീറോയും ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഈ നമ്പർ ഓഫ് വൺസ് ഇൻ ദി പോപ്പുലേഷൻ ഓഫ് സൈസ് n എന്ന് പറയുന്നതാണ് ഈ സിഗ്മ I = 1 to n YI എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദി ക്ലാസ് 1 ഓഫ് ദി പോപ്പുലേഷൻ. കാര്യം ഈ ക്യാപിറ്റൽ YI അസോസിയേറ്റ് ടു യൂണിറ്റ്സ് ഇൻ ദി പോപ്പുലേഷൻ. ഓക്കെ, so this sigma I = 1 to n YI means that the total number of units in the class 1 of the population. Okay, that means the total number of units in the population which possess the attribute. In class 1 means which possess the attribute. അത് നമുക്കറിയാം ക്യാപിറ്റൽ A ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ A. കാരണം ക്യാപിറ്റൽ A നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് ഈ സമ്മേഷൻ I = 1 to n YI. So what will be the mean of those things? That is, you divide this quantity by n so that you will get capital Y bar. Okay, so capital Y bar is equal to sigma I = 1 to n capital YI by n, and you know it is equal to capital A by n. And what is capital A by n? It is the population proportion P, capital P. ഓക്കെ, ഇനി ഇതേ ഒരു ടെർമിനോളജി നമ്മൾ നമ്മുടെ സാമ്പിളിന് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദിസ്? സിഗ്മ I = 1 to n small YI. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി സാമ്പിൾ. അപ്പോൾ ദിസ് ഈസ് ദി നമ്പർ ഓഫ് വൺസ് ഇൻ ദി സാമ്പിൾ ഓഫ് സൈസ് സ്മോൾ I. That is the total number of units in class 1 of the sample, and you know it is equal to small a by our definition. ഇത് സമ്മാണ്. ഇനി ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ സ്മോൾ Y ബാർ കിട്ടും. അതായത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന Y ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ സാമ്പിൾ മീനാണ് ഈ സ്മോൾ Y ബാർ. ഇതുപോലെ അതിൻ്റെ പോപ്പുലേഷൻ മീനാണ് ക്യാപിറ്റൽ Y ബാർ എന്നതുപോലെ. സോ വാട്ട് ഈസ് ദിസ് സ്മോൾ Y ബാർ? It is equal to sigma I = 1 to n YI by small I, and that is equal to small a by n. Why small a? What is small a? Small a is the number of units in the class 1 of the sample. Okay, so the small Y bar is equal to A by n, which is equal to small p. And the small p is nothing but the sample proportion. Okay, ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടേഷൻ നടത്താം. നോക്കൂ, ഇവിടെ വാട്ട് ഈസ് ദിസ്? യു ടേക്ക് ദ സിഗ്മ I = 1 to n YI². നേരത്തെ നമ്മൾ സിഗ്മ I = 1 to n YI എടുത്തു. അതേപോലെ നമ്മൾ ഈ YIക്ക് പകരം YI² എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സിഗ്മ I = 1 to n YI². ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ I = 1 to n YI. ഈ YI² എന്ന് പറയുന്നത് തന്നെയാണ് YI. എന്തുവാ കാരണം? ക്യാപിറ്റൽ YI ടേക്സ് വാല്യൂസ് ഐദർ 1 or zeros. Okay, so 1² is 1 and 0² is 0. So this sigma I = 1 to n YI² is equal to sigma I = 1 to n YI, which is again equal to capital A. And similarly, sigma I = 1 to n small YI² is equal to sigma I = 1 to n YI, that is equal to small a. ഇത് നമ്മൾ പിന്നീട് യൂട്ടിലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, see, you go to the next page of your note. You can see that variance of P. What is definition of variance of P? It is equal to variance of Y bar. കാര്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ Y bar എന്ന് പറയുന്നത് സ്മോൾ പി ആണെന്ന്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ Y bar is equal to സ്മോൾ പി എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേരിയൻസ് ഓഫ് സ്മോൾ പി എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് Y bar തന്നെയാണ്. ഇനി നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ റിസൾട്ട് ഉപയോഗിക്കാം ഫോർ ദി ക്യാരക്ടറിസ്റ്റിക് Y. എന്താണ് വേരിയൻസ് ഓഫ് Y bar ഫോർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്? ഇറ്റ് ഈസ് ഈക്വൽ ടു, you know this is equal to n minus n by n into n into s square. Okay,
What is S square? S square is equal to 1 by n minus 1. This is the definition of capital S square, the population mean square, with respect to any measuring variable y. That is equal to 1 by n into sigma yi square minus n into y bar square. And you can see that this is again 1 by n minus 1. And the sigma yi square is nothing but capital A minus n into capital Y bar square. Capital Y bar is equal to P. So this is A minus n into P square. And what is A? A is equal to n into capital P, because capital P is equal to A by n. So this is equal to 1 by n minus 1 into np minus np square. You can take np outside and there remains 1 minus p, and 1 minus p can be written as q. So this quantity can be easily written as n into pq by n minus 1. Right? So variance of P is equal to n minus n by n into n into PQ by n minus 1, or which is equal to n minus n divided by n minus 1 into PQ by n. ഓക്കെ, ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ വേരിയൻസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് വേരിയൻസ് എന്ന് പറയുന്നത് n മൈനസ് n ബൈ n ഇൻറ്റു ക്യാപിറ്റൽ P ഇൻറ്റു ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ n ആണ്. അതായത് സാമ്പിൾ പ്രപ്പോർഷൻ്റെ വേരിയൻസ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് പ്രാക്ടിക്കലി നമുക്ക് ഉപകാരപ്രദമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വേരിയൻസ് ഓഫ് പിക്ക് പകരം അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടേണ്ടത്. നമ്മുടെ കയ്യിലൊരു സാമ്പിൾ ഉണ്ടല്ലോ, ആ സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഈ വേരിയൻസ് ഓഫ് പിയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയണം. സോ ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദി സെക്കൻഡ് തിയറം. ഞാൻ ആ തിയറം പറഞ്ഞപ്പോൾ അത് ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ വേരിയൻസ് ഓഫ് പിയെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ധാരണ വരും, ഈ പിയെ സ്മോൾ പി കൊണ്ടും ഈ ക്യൂവിനെ സ്മോൾ ക്യൂ കൊണ്ടും റീപ്ലേസ് ചെയ്താൽ പോരെ ഇതിൻ്റെ എസ്റ്റിമേറ്റർ കിട്ടാൻ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അത് അൺബയസ്ഡ് ആവില്ല. നമുക്കൊരു അൺബയസ്ഡ് എസ്റ്റിമേറ്ററാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് മറ്റൊരു റിസൾട്ടാണ്. അതായത് n മൈനസ് n, ആ ക്വാണ്ടിറ്റി അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ n ആണ് ഇവിടെ n മൈനസ് 1ൻ്റെ സ്ഥാനത്ത്. അതുപോലെ ഈ പിയുടെ സ്ഥാനത്ത് സ്മോൾ പി, ക്യൂവിൻ്റെ സ്ഥാനത്ത് സ്മോൾ ക്യൂ വരുമ്പോൾ ഈ സ്മോൾ എന്നിൻ്റെ സ്ഥാനത്ത് അത് n മൈനസ് 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചേഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് നോക്കാം. അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. നമുക്ക് പ്രൂഫ് വളരെ സിമ്പിളാണ്. നോക്കാം. We are concerned with simple random sampling without replacement, and we have already proved that for any characteristic y, the estimated sampling variance of sample mean y bar is variance of y bar is equal to n minus n into small s square, where small s square is equal to 1 by n minus 1 into sigma I to n small yi square minus n into small y bar square. ഇത് നമ്മൾ നേരത്തെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. യു മേ റീകോൾ ദ പ്രൂഫ് ഓഫ് ദാറ്റ് റിസൾട്ട്. ഓക്കെ, നൗ ദി estimated sampling variance of P. What is this? You use this notation, സ്മോൾ വി ഓഫ് പി, അതാണ് നമുക്ക് വേണ്ടത്. അതായത് ക്യാപിറ്റൽ വി ഓഫ് പിയുടെ എസ്റ്റിമേറ്റ്, അതാണ് സ്മോൾ വി ഓഫ് പി എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് മാത്രമല്ല, അൺബയസ്ഡ് എസ്റ്റിമേറ്റ് ആണത്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സ്മോൾ വി ഓഫ് വൈ ബാർ. കാര്യം ഈ സ്മോൾ പി എന്ന് പറയുന്നത് സ്മോൾ വൈ ബാറാണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം n മൈനസ് n ബൈ n ഇൻറ്റു സ്മോൾ എസ് സ്ക്വയർ ആണെന്ന്. കാര്യം ഇത് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് പ്രൂവ് ചെയ്ത ഒരു റിസൾട്ടാണ്. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ സ്മോൾ വി ഓഫ് പി കമ്പ്യൂട്ട് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ സിഗ്മ ഐ ഈക്വൽ ടു 1 to n വൈ ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഐ ഈക്വൽ ടു 1 to n വൈ ഐ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ റീസൺ. സ്മോൾ വൈ ഐ 1 ആണെങ്കിൽ സ്മോൾ വൈ ഐ സ്ക്വയറും 1 ആയിരിക്കും. സ്മോൾ വൈ ഐ 0 ആണെങ്കിൽ സ്മോൾ വൈ ഐ സ്ക്വയറും 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ഐ. ആൻഡ് സ്മോൾ എ ഈസ് നത്തിങ് ബട്ട് n ഇൻറ്റു സ്മോൾ പി. കാര്യം സ്മോൾ പി ദ സാമ്പിൾ
proportion that is equal to small a by small a. Okay. So, what is small a square? Small a square equal to 1 by n minus 1 into np minus n into p square. Why? Why? Okay, this is sigma I equal to 1 to ya square, that is equal to np. So, this is np minus n into p square. കാര്യം ഈ y ബാർ എന്ന് പറയുന്നത് സ്മോൾ p ആണ്. Therefore, this is equal to minus n into small p square. Right? Okay. And on simplification, you can easily show that this is equal to n into small p into p1 minus p divided by n minus 1, that is equal to n into pq by n minus 1. Okay. അപ്പോൾ ഈ സ്മോൾ എസ് സ്ക്വയർ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വാട്ട് you get variance of small p equal to n minus n by n into pq by n minus 1, that is equal to n minus n by capital N into pq divided by n minus 1. അപ്പോൾ ഈ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ റിസൾട്ട് നോക്കൂ. ഈ റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് നേരത്തെ അതിൻ്റെ ട്രൂ വാല്യൂ ഓഫ് ദി വേരിയൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ആ വ്യത്യാസം എന്താണെന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം നോട്ട് ചെയ്യാം. ഓക്കെ, ഇത് പ്രാക്ടിക്കലിനൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ് പ്രൊപ്പോർഷൻ എസ്റ്റിമേഷനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ആൻഡ് വി ക്യാൻ conclude this lecture by adding the proof of theorem 3. In theorem 3, we have obtained a confidence interval for the population proportion. And we have the theorem. This theorem I have given in an earlier note, and we now come to the proof of that theorem. ഇതിൻ്റെ പ്രൂഫിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ അസംഷൻ എന്ന് പറയുന്നത് സാമ്പിൾ പ്രൊപ്പോർഷൻ പി ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മ്യൂ പി ആസ് ദ മീൻ ഓഫ് ദാറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സിഗ്മ പി ആസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദാറ്റ് സാമ്പിൾ പ്രൊപ്പോർഷൻ. എന്താണ് ഈ മ്യൂ പി എന്ന് പറയുന്നത്? എന്താണ് മ്യൂ പി എന്ന് പറയുന്നത്? ഈ സ്മോൾ പിയുടെ എക്സ്പെക്റ്റേഷൻ, അതായത് ക്യാപിറ്റൽ പി. ഓക്കെ, സിഗ്മ പി എന്ന് പറയുന്നത് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, സോ വി യൂട്ടിലൈസ് ദിസ് തിങ്സ് ആൻഡ് വി സ്റ്റാൻഡർഡൈസ് ദാറ്റ് സ്മോൾ പി. സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ എന്താ പറയുക? പി നോർമൽ ആണെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പിയിൽ നിന്ന് അതിൻ്റെ മീൻ കുറയ്ക്കുക, മ്യൂ പി അഥവാ എക്സ്പെക്റ്റേഷൻ ഓഫ് പി കുറയ്ക്കുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ ക്വാണ്ടിറ്റി. P minus P divided by root of n minus n by n minus 1 into capital P into capital Q divided by n, and that follows normal distribution. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് വേരിയൻസ് ഓഫ് സ്മോൾ പി ആണ്, ട്രൂ വേരിയൻസ് ആണ്, അല്ലാതെ എസ്റ്റിമേറ്റഡ് വേരിയൻസ് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോൺഫിഡൻസ് ഇൻ്റർവെലും ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ക്യൂവിൻ്റെ ടേംസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് വി വിൽ സീ ലേറ്റർ. Okay, so Z follow normal distribution. ഇനി Z normal distribution ആണെങ്കിൽ നമുക്കറിയാം Z lies between minus Z alpha by 2 and Z alpha by 2 with probability 1 minus alpha. ഇത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ യൂഷ്വൽ പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫിഗറിൽ യു ക്യാൻ സീ ഇറ്റ് ഈസ് എ നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ distribution, and here at the center z is equal to 0. ഞാനത് കാണിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ സെൻറ്റർ z equal to 0 ആണ്. അവിടുന്ന് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടാണ് മൈനസ് ഇസഡ് ആൽഫ ബൈ 2യും അതുപോലെ z ആൽഫ ബൈ 2വും വരിക. അതിൻ്റെ ഇടയിലുള്ള പ്രോബബിലിറ്റി 1 മൈനസ് ആൽഫ ആയിരിക്കും. അതിന് പുറത്തുള്ള പ്രോബബിലിറ്റി ഇവിടുത്തെ ആൽഫ ബൈ 2വും പ്ലസ് ഇവിടുത്തെ ആൽഫ ബൈ 2 പ്ലസ്. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ബൈ 2 പ്ലസ് ആൽഫ ബൈ 2 ഈക്വൽ ടു ആൽഫ. അപ്പോൾ ഇതിനിടയിലുള്ള പ്രോബബിലിറ്റി 1 മൈനസ് ആൽഫ ആയിരിക്കും. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്, പ്രോബബിലിറ്റി ദാറ്റ് മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഓക്കെ, ഇനി വാട്ട് ഈസ് യു ക്യാൻ ടേക്ക് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ
our z for this z. So probability that minus z alpha by 2 less than or equal to p minus capital P divided by root of n minus n divided by n minus 1 into pq less than or equal to z alpha by 2, that is equal to 1 minus alpha. ഓക്കെ, ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാനിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ടും അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യം. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്മോൾ മൈനസ് പി ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് പി മൈനസ് എന്ന് വരും. അതുപോലെ ഈ മൈനസ് പി റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയും മൈനസ് പി പ്ലസ് വരും. അപ്പോൾ രണ്ട് ഭാഗത്തും മൈനസ് കോമൺ ഫാക്ടറായിട്ട് എടുത്ത് ഇനീക്വാളിറ്റി റിവേഴ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുക. ഓക്കെ, ആൻഡ് ദിസ് വിൽ ഗിവ് യു പ്രോബബിലിറ്റി ദാറ്റ് ഈ ക്വാണ്ടിറ്റിയെ പി എൽ എന്നും ഈ ക്വാണ്ടിറ്റിയെ ഞാൻ പി യു എന്നും പറയുന്നു. സോ ദാറ്റ് യു വിൽ ഗെറ്റ് പ്രോബബിലിറ്റി ദാറ്റ് പി എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി യു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്യാപിറ്റൽ പിയുടെ കോൺഫിഡൻസ് ലിമിറ്റ്സ് 1 മൈനസ് ആൽഫ ഇൻറ്റു 100% കോൺഫിഡൻസ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ഈ സ്മോൾ പി എന്ന് പറയുന്ന സാമ്പിൾ പ്രപ്പോർഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യാം. ഈ ഒരു അസംഷൻ വളരെ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു അസംഷനാണ്, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു അസംഷൻ അല്ല. യൂഷ്വലി ഫോർ ലാർജ് സാമ്പിൾ ദിസ് അസംഷൻ വിൽ ബി ക്വൈറ്റ് വാലിഡ്. ഓക്കെ, ആ അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് ഈ പിയുടെ എക്സ്പെക്റ്റേഷനും ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടും ആയിരിക്കും, അതായത് സ്റ്റാൻഡേർഡ് എററും ആയിരിക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമല്ല. ഓക്കെ, so that is why we are getting this limits, these limits. Okay, ഇവിടെ ഒരു കാര്യം ഞാൻ ഈ നോട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല, അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. അതായത് ഇവിടെ ഈ പി എൽ എന്ന് പറയുന്നതും പി യു എന്ന് പറയുന്നതും എന്താണ്? പി എൽ ആൻഡ് പി യു ദേ ആർ ആക്ച്വലി തിയറി നോക്കുക. പി എൽ എന്ന് പറയുന്നത് ഇതാണ്, പി മൈനസ് ഇസഡ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് എൻ മൈനസ് എൻ ഡിവൈഡ് ബൈ എൻ മൈനസ് 1 ഇൻറ്റു പി ക്യൂ ബൈ എൻ. പക്ഷേ ഈ പി എൽ എന്ന് പറയുന്നതും പി യു എന്ന് പറയുന്നതും, അതായത് ലോവർ ലിമിറ്റ് ഓഫ് ക്യാപിറ്റൽ പിയും അപ്പർ ലിമിറ്റ് ഓഫ് ക്യാപിറ്റൽ പിയും, ഓക്കെ, ഇത് രണ്ടും എസ്റ്റിമേറ്റ്സ് ആണ്, ഒരു ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ആണല്ലോ നടത്തുന്നത്. പക്ഷേ ഈ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ ഇവിടെ സ്മോൾ പി ഉണ്ടെങ്കിലും ഈ ക്വാണ്ടിറ്റി ക്യാപിറ്റൽ പിയുടെയും ക്യാപിറ്റൽ ക്യൂവിൻ്റെയും ഒക്കെ ടേംസിലാണ്. അപ്പം നമുക്ക് അതിനെയും ഈ സ്മോൾ പിയുടെ ടേംസിലേക്കാക്കി മാറ്റിയാൽ കുറേ കൂടി ഉപകാരപ്രദമാണ്. കാരണം നമുക്ക് ഈ ക്യാപിറ്റൽ പിയുടെയും ക്യാപിറ്റൽ ക്യൂവിൻ്റെയും വാല്യൂ നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഈ റൂട്ടിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ ക്വാണ്ടിറ്റി അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുക. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ പിനെ സ്മോൾ പി കൊണ്ടും ക്യൂവിനെ സ്മോൾ ക്യൂ കൊണ്ടും റീപ്ലേസ് ചെയ്താൽ പോരാ കേട്ടോ. അതിന് പകരം നിങ്ങൾ എന്തുപയോഗിക്കണം? അതിന് പകരം നിങ്ങൾ ഈ ഒരു റിസൾട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കണം, എങ്കിലേ ഈ വേരിയൻസിൻ്റെ എസ്റ്റിമേറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റൂട്ടിനുള്ളിൽ നമ്മൾ n മൈനസ് എൻ ബൈ എൻ ഇൻറ്റു പി ക്യൂ ബൈ സ്മോൾ എൻ മൈനസ് 1 ഉപയോഗിക്കുകയാണെങ്കിൽ, ഇവിടെയും അതെ, അതുപോലെ തന്നെ ഇവിടെയും അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ലോവർ കോൺഫിഡൻസ് ലിമിറ്റും അപ്പർ കോൺഫിഡൻസ് ലിമിറ്റും എന്തായിരിക്കും? നമ്മളെ സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. Okay, so that will be more useful. Okay, so for practical purposes you should use the quantity inside the square root is to be this n minus n by n into p cube by n minus 1. Okay, so these are the proofs of the notes which I have posted earlier. Okay. Okay, thank you.